നമ്മുടെ പിതാക്കന്മാർ നമുക്ക് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ഉപദേശങ്ങൾ തന്നതിനെ പറ്റി പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അവിടുന്ന് നമ്മളെ പഠിപ്പിച്ച, നമ്മളോട് പറഞ്ഞു വിട്ട ഉപദേശങ്ങൾ? അവിടെ നിന്നും നമ്മളോട് മോറാൻ, പരിശുദ്ധ സിംഹാസനം നമ്മളോട് പറയുന്ന ഉപദേശങ്ങളുണ്ട്. അത് എത്രാമത്തെ പേജിലാ? ഇന്ന് നീ ഞങ്ങളെ കൈവിട്ടോ മോറാനെ എന്ന നിങ്ങളുടെ പുസ്തകത്തിലെ 26-ാമത്തെ പേജിലെ ഇന്ന് നീ ഞങ്ങളെ കൈവിട്ടോ മോറാനെ എന്ന് പറയുന്ന അതിലെ 10-ാമത്തെ ലൈൻ മുതൽ നോക്കൂ. 772 കുടിയാരും ഒത്തൊരുമിച്ചു പോകണം നിങ്ങള്. അടുത്തത്, വെണ്മയിൽ പോയാലും മക്കളെ നിങ്ങൾ ചട്ടയും മുട്ടാക്കും കൊന്തത്തലമുണ്ട് ചെങ്ങല കൈവള ചന്തമാം തലുവോ. എന്താ അത്? ചന്തമായുള്ളൊരു കോപ്പുകൾ കൂട്ടിയിട്ട് കൂട്ടം കുട പിടിച്ചോട്ടയിടം ചെന്നപ്പോൾ. അങ്ങനെ ആ പാട്ട് മുന്നോട്ട് പോവാ. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാ? ഒത്തൊരുമിച്ച് പോകണം നിങ്ങൾ. ഒന്ന്, ഉപദേശം നമ്പർ 1, ഒത്തൊരുമയോടെ ജീവിക്കണം. 2, വെണ്മയിൽ പോയാലും മക്കളെ നിങ്ങൾ വെണ്മ വസ്ത്രധാരികളായിരിക്കണം. ഒന്ന് നോക്കിയേ, ഇന്ന് എത്ര പേർക്കറിയാം? മോറാൻ അവിടുന്ന് പറഞ്ഞു വിടുക, വെണ്മ വസ്ത്രധാരികളായിരിക്കണം. ഇന്ന് പള്ളിയിലൊക്കെ നമ്മുടെ പിള്ളേർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഏതെല്ലാം കളറ്, കടും കളറുള്ള ടീഷർട്ടൊക്കെ ഇട്ട് വരും. ടീഷർട്ടിനെ പറ്റി ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. അമേരിക്കയിൽ പണ്ട് ഖനി തൊഴിലാളികൾ അവരുടെ ശരീരത്ത് എന്തെങ്കിലും കിടക്കണമെന്ന് വിചാരിച്ചിടുന്ന ഒരു സാധനം അല്ലേ? അതെ. അപ്പോ നമുക്ക് ഓരോ കാര്യത്തിനും നമ്മുടെ കളറ് വരെ നമ്മളോട് പറഞ്ഞാ വിട്ടിരിക്കുന്നത്. വെണ്മയിൽ പോയാലും മക്കളെ നിങ്ങൾ ചട്ട, എല്ലാവർക്കും അറിയാം, നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉടുക്കുന്ന ചട്ട. ചട്ടയും മുട്ടാക്കും കൊന്തത്തലമുണ്ട്. മുട്ടാക്കന്ന മുട്ടാക്ക്. എന്താ ഈ മുട്ടാക്ക്? മുട്ടാക്ക് എന്ന് പറഞ്ഞാൽ മുഖം മൂടി. നിങ്ങൾ ഈ ഡിക്ഷണറി എടുത്ത് നോക്കൂ. മുട്ടാക്ക് എന്ന് പറഞ്ഞാൽ അത് മുഖം മൂടിയാ. നമ്മുടെ സ്ത്രീകളൊക്കെ മുഖം മൂടി ധരിച്ചവരായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പൊ എന്തേ ഇല്ലാത്തത്? അതിനൊരു പഴഞ്ചൊല്ലുണ്ട്, അവിടെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, പട്ടണം ചുട്ടു പകലിറങ്ങി ഇനി എന്തിനാ മകളെ മുട്ടാക്ക്. അത് പഴമൊഴിയാ. അതായത് നമ്മുടെ പട്ടണം, കൊടുങ്ങല്ലൂരിലെ നമ്മുടെ പട്ടണം ചുട്ടുകളഞ്ഞപ്പോ നമ്മൾ അവിടുന്ന് രായ്ക്ക് രാമായണം പാലായനം ചെയ്യുന്ന സമയത്ത് മകൾ അമ്മയോട് ചോദിച്ചു, അമ്മയെ മുട്ടാക്കെടുക്കണ്ടേ? അപ്പോ അമ്മ പറയുന്ന മറുപടിയാ, മോളെ പകലിറങ്ങി, പട്ടണം ചുട്ടു പകലിറങ്ങി ഇനി എന്തിനാ മുട്ടാക്ക്. അങ്ങനെയാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത്. ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ ഉള്ള ഉപദേശങ്ങളാണ്. അതിന്റെ ലാസ്റ്റത്തെ തന്നെ പിന്നെ ആഭരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആദ്യം നമ്മുടെ കളറിനെ പറ്റി പറഞ്ഞു, പിന്നെ വസ്ത്രത്തെ പറ്റി പറഞ്ഞു, പിന്നെ ആഭരണങ്ങളെ പറ്റിയാണ്. ചെങ്ങല, കൈവള, ചന്തമാം, തലുവം. തലുവത്തിന്റെ അർത്ഥം നിങ്ങൾ ഡിക്ഷണറിയിൽ എടുത്തു നോക്കിയോ എന്താന്നുള്ളത്? കണ്ണാഭരണം, നമ്മുടെ നെക്ലേസ്. നമ്മുടെ നെക്ലേസ് കണ്ണത്തോട് ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ആഭരണം. അപ്പൊ ഇതെല്ലാം സ്പഷ്ടമായിട്ട് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ധരിച്ചും ഒക്കെ വേണം പോവാൻ. രാജമക്കളാണ്, വിദ്വാൻമാരാണ്. നമ്മുടെ ഉപദേശമാണ്. ഈ ഉപദേശം തെറ്റിക്കുന്നു, അത് കൽപ്പന ലംഘനമാണ്. അതാണ് നമ്മുടെ കുഴപ്പം. കൽപ്പന ലംഘനങ്ങൾ നമ്മൾ കാണിക്കും. ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഈ പാട്ട് ഉണ്ടായതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാടിയിരിക്കുന്ന, ഉണ്ടാക്കിയിരിക്കുന്ന. ഇതൊക്കെ വ്യതിചലിച്ചിട്ടാണ് ചിലരൊക്കെ ഇന്ന് പുതിയ സഭകളിലേക്ക് പോരുമ്പോൾ ഇതെല്ലാം ഊരി വെച്ചിട്ട് പോകുന്നു. കൽപ്പന ലംഘനമാണോ? അല്ലയോ? കൽപ്പന ലംഘനമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അടുത്തത് വരുന്നു. അതിനുശേഷം കപ്പലേ കയറുവാൻ കടപ്പുറം പൂക്കാറ് ഉറ്റവരുടേവർ ബന്ധുക്കൾ എല്ലാവരും തങ്ങളിൽ അൻപോടെ തഴുകുന്നു. യാത്രയാകുകയാണ്, കപ്പലേ കയറുവാനായിട്ട് വന്നിരിക്കുകയാണ്. കടൽ പോർട്ടിൽ വെച്ച് നമ്മുടെ ആൾക്കാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അവിടെയുള്ളവര്, നമ്മുടെ പിതാക്കന്മാർ 72 പേരോട് പറഞ്ഞു വിടുകയാണ്. എന്താ പറയുന്നത്? മക്കളെ കാണുമോ ഹിന്ദുവിൽ പോയാലും. കരഞ്ഞു മാറു മുഴുവൻ നനഞ്ഞു. മക്കളെ കാണുമോ ഹിന്ദുവിൽ പോയാലും. എന്താ അതിൻ്റെ അർത്ഥം? ഇങ്ങനെ ചിന്തിച്ചു നോക്കിക്കോ. ഒരു കുടുംബത്തിലുള്ളവർക്ക് 5-6 കുട്ടികളുണ്ടായിരുന്നു. 3 പേരുടെ കല്യാണം കഴിഞ്ഞു. 3 പേരുമായിട്ട് കല്യാണ പ്രായമൊക്കെ ആയാൻ തുടങ്ങുന്നു. 3 പേര് അവരുടെ കൂടെയുണ്ട്. ആ സമയത്താണ് വിധി വരുന്നത്, കൽപ്പന വരുന്നത്.
യാത്രയാകാനുള്ള വിധി വന്നു. മോറാനോട് കാര്യം പറഞ്ഞ് അന്ത്യോക്യയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് പോരുകയാണ്. പോരുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അവരുടെ 3 കുട്ടികൾ അവിടെയാ, 3 പേര് കൂടെയുണ്ട്. മക്കളെ കാണുമോ? പിന്നെ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ക്ലേശകരമായ, എത്ര ദുഃഖകരമായ ഒരു അവസ്ഥ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതുപോലെ ക്ലേശവും ദുഃഖവും സഹനവും, അവിടെ ഉണ്ടായിരുന്ന ഒരു വിലാപം, ഇതെല്ലാം അനുഭവിച്ചാണ് നമ്മൾ ഇന്ന് ഭാഗ്യവാന്മാരായിട്ട് ഇവിടെ ജീവിക്കുന്നത്. ആ ഭാഗ്യമാണ് നമ്മളിൽ ഉള്ളത്. എല്ലാവരെക്കാളും വലിയ ഭാഗ്യവാന്മാരായിട്ട് നമ്മൾ ജീവിക്കുന്നതിന്റെ കാരണം അതാണ്. അവരുടെ പ്രാർത്ഥന, അവരുടെ വിലാപം, ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കുകയാണ്. ആ അനുഗ്രഹം നമ്മൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും. സ്വവംശത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ച് ആ അനുഗ്രഹത്തെ നിലനിർത്തണം. എന്നിട്ടോ താഴേക്ക് പിന്നെ പറയുകയാണ്, ബന്ധങ്ങൾ വേർപെടാതെ ഓർക്കണം. ഉണ്ടോ? അവിടുന്ന് പറഞ്ഞ് പരമേൽപ്പിക്കുന്നു. 10 ഒരു 7 അങ്ങ് എപ്പോഴും ചിന്തിപ്പീൻ. 10 കൽപ്പനയും 7 കൂദാശകളും അല്ലേ? 10 ഒരു 7, 10 കൽപ്പനയും 7 കൂദാശയും നിങ്ങൾ എപ്പോഴും ചിന്തിക്കീൻ. പ്രാർത്ഥന വേണം, പ്രാർത്ഥനാ ജീവിതമായിരിക്കണം. എപ്പോഴും ചിന്തിപ്പീൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോ 10 കൂദാശ എന്നാന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ പറയൂ. അല്ല, 10 കൽപ്പന പാടാ, 7 കൂദാശയോ ഒട്ടും അറിയത്തില്ല. നമ്മുടെ അവസ്ഥയിൽ 10 ഒരു 7 അങ്ങ് എപ്പോഴും ചിന്തിപ്പീൻ, പാടുമറിയാതിരിക്കണം നിങ്ങളും. എന്താ പാടുമറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള സദ്ദേശീയരുമായിട്ടുള്ള കൂട്ടുകെട്ടുകളും ആവശ്യമില്ലാത്ത ബന്ധങ്ങളും ഒന്നും ആകാൻ പാടില്ല, അതിന് പോവരുത് എന്നുള്ള ഉപദേശമടക്കം എല്ലാം പറഞ്ഞാണ് നമ്മളെ ഇവിടേക്ക് വിട്ടിരിക്കുന്നത്. ഇതിനൊക്കെ എതിരാര് ചെയ്യുന്നു അതിനൊക്കെയുള്ള പ്രതിഫലങ്ങൾ നമ്മുടെ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, എന്റെയും നിന്റെയും നിങ്ങളുടെയും സിരകളിൽ ഓടുന്ന രക്തം വിദ്വാൻമാരുടെയാണ്. നമ്മൾ ഓരോ കാര്യത്തിലും സ്മാർട്ടാണ്. അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മുന്നിലെത്തും. ഏത് പ്രസ്ഥാനത്തിൽ പോയാൽ അതിന്റെ മുന്നിലെത്തും. നമുക്കറിയുന്ന എത്രയോ ആൾക്കാരുണ്ട്. കിടങ്ങൂരിൽ നിന്ന് പോയിരുന്ന ഒരാളല്ലേ നമ്മുടെ അമേരിക്കയിലെ ഒരിടത്ത് മേയറായിട്ടിരിക്കുന്നത്. നമ്മുടെ രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമായിട്ടുള്ള ഒരാളല്ലേ ഇന്ന് കർണാടകയിൽ മന്ത്രിയായിട്ടിരിക്കുന്നത്. നമ്മുടെ പോലീസിന്റെ തലപ്പത്ത് മനോജ് എബ്രഹാം ഇരിക്കുന്ന അദ്ദേഹം ഒരു ഗ്രാനക്കാരനല്ലേ. നമ്മുടെ ആള് കുറവാണെങ്കിലും എല്ലാം ടോപ്പിലെത്തും, അത് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ അതുപോലുള്ള ജീവിതം നമുക്ക് വേണം. 10 ഒരു 7 അങ്ങ് എപ്പോഴും ചിന്തിപ്പീൻ. ഏകദേശം 1700 വർഷത്തോട് അടുക്കാറായി നമ്മൾ ഇവിടെ വന്നിട്ട്. ഈ മലങ്കരയിൽ വന്ന് നമുക്കറിയാം, നമ്മൾ തെക്കും ഭാഗക്കാരായിട്ടുള്ള പേരിൽ അറിയപ്പെട്ട് കൊടുങ്ങല്ലൂര് മഹാദേവർ പട്ടണത്തിൽ നമ്മൾ ജീവിച്ചു. നമുക്കറിയാം, നമ്മളെപ്പറ്റി ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവര് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വലിയ ബിസിനസ്സുകാരായിരുന്നു. ചേരമാൻ പെരുമാൾ രാജാവിൽ നിന്ന് നമുക്ക് മൊണോപ്പൊളിയായിട്ട് കടലിൽ കൂടെ വ്യാപാരം നടത്തുവാനുള്ള അവകാശം കനാനായക്കാരുടെ വർത്തക സംഘമായിരുന്ന മണിഗ്രാമത്തിനായിരുന്നു. അതുപോലെ തന്നെ യഹൂദരുടെ വർത്തക സംഘം 5 എണ്ണം, ഈ 2 ഗ്രൂപ്പുകളായിരുന്നു ഇവിടെ കടലിൽ കൂടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പറ്റി C.M. ആഗൂർ എന്ന് പറയുന്ന ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ ദ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: The followers of Thomas of Cana afterwards traded on a large scale with Persia and thereby made themselves rich and respectable. അദ്ദേഹം നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത്, കായ് തോമയുടെ പിൻഗാമികൾ പേർഷ്യൻ രാജ്യങ്ങളുമായി കച്ചവടം ചെയ്ത് ഇവിടെ വലിയ പണക്കാരും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരുമായിരുന്നു. വലിയ ബിസിനസ്സുകാരായിരുന്നു നമ്മൾ. അതുപോലെ തന്നെ അതിനുശേഷം പുറകോട്ട് വരുമ്പോൾ
ഇവിടെ വില്ലാർവട്ടം ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു, രാജവംശം വില്ലാർവട്ടം. തോമ രാജാക്കന്മാരായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നു. അങ്ങനെ ആ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ച ഓരോരുത്തർ, നമ്മളിൽ എത്ര പേരെ ബഹുമാനിക്കത്തക്ക രീതിയിൽ റിച്ചായിട്ട് ഇന്ന് ഇവിടെയുണ്ട്? ഇന്ന് എത്ര പേർക്ക് എക്സ്പോർട്ട് ബിസിനസ് അല്ലെ അതുപോലുള്ള കാര്യങ്ങളുണ്ട്? അതും ഈ കൂടെ ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി ബാക്കിലേക്ക് പോയി. നമ്മൾ റിച്ചും റെസ്പെക്റ്റുകളുമായിരുന്നു, രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. എന്താ അത് വരാനായിട്ടുള്ള, അങ്ങനെ സംഭവിക്കാനായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഓരോ ഗ്രാനായക്കാരനും നമ്മൾ ആരായിരുന്നു എന്ന് അറിയാൻ പറ്റാതെ പോയി. അതല്ലേ അതിൻ്റെ കാരണം. നമ്മുടെ പിതാക്കന്മാരൊക്കെ വിദ്വാൻമാരായിരുന്നു, ഉത്തമരായിരുന്നു, നമ്മളൊക്കെ രാജമക്കളാണ്. ഈ ഒരു ബോധ്യവും ബോധവും നമ്മളിൽ ഇല്ലാതെ പോയത് കൊണ്ടാണോ ഈ പറഞ്ഞ സ്റ്റേജിൽ നിന്നും നമ്മൾ വളരെ താന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞാൽ? നമ്മുടെ ഓരോ കുടുംബങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അവർക്ക് കുട്ടികളെ പഠിപ്പിക്കുവാൻ പൈസയില്ല, വിവാഹം കഴിച്ചു കൊടുക്കാൻ കാശില്ല, വീട് പണിയാൻ പൈസയില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് മാറാൻ ഉള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പറഞ്ഞ് ഫലമേൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മളോട് എങ്ങനെ ജീവിക്കണം, എന്തായിരിക്കണം, നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം, ഏത് ആഭരണം ധരിക്കണം എന്നുള്ളതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു വിട്ടപ്പോ അതിൽ നിന്നും ഒരു വ്യതിയാനം വരുത്തിയതാണോ അതിന് കാരണം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെപ്പറ്റി മറ്റൊരു കാര്യം CA മാഗൂർ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: They also trained themselves in the art of warfare from the 8 to 25th age. 8 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള സമയത്ത് നമ്മുടെ ആൾക്കാരൊക്കെ യോഗ അല്ലെങ്കിൽ അതുപോലുള്ള കളരി മുതലായ അഭ്യാസങ്ങൾ പഠിച്ചിരുന്നവരായിരുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തോമസ് presented the king with a large number of precious stones to adorn his crown and help him with money and men when enemies invaded his country. കണ്ടോ? അപ്പൊ എത്ര ധനമുള്ളവരായിരുന്നു. ഈ രാജ്യം ആക്രമിക്കപ്പെട്ടപ്പോൾ ജനത്തെയും പണവും നൽകി ഈ രാജ്യത്തെ സഹായിച്ച പാരമ്പര്യമുള്ളവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. അതുപോലെ തന്നെ ചേരമാൻ പെരുമാൾ രാജാവിൽ നിന്നും ദ സോവർജീൻ മർച്ചന്റ് എന്ന സ്ഥാനം, പെരിഞ്ചെട്ടി, ലോകമാന്യ പെരിഞ്ചെട്ടി സ്ഥാനം നായിത്തോമയ്ക്ക് ചേരമാൻ പെരുമാൾ സമ്മാനിച്ചിരുന്നു. കാരണം ഫോറിൻ ട്രേഡ് നടത്തി ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ധനം ശേഖരിച്ചു കൊടുത്ത ട്രേഡേഴ്സ് ആയിരുന്നു നമ്മുടെ പൂർവികർ.